അപ്പോൾ നമ്മൾ പറഞ്ഞു നിർത്തിയത് മോഡ് എച്ച് ഓഫ് എക്സിന് രണ്ട് സെപ്പറേറ്റ് സമ്മായിട്ട് സ്പ്ലിറ്റ് ചെയ്തിട്ട് ഓക്കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഒക്കെ കൊടുത്ത് വെച്ചിട്ടുണ്ട്. രണ്ട് സമ്മേഷനെയും നമ്മൾ സെപ്പറേറ്റ് നോക്കാൻ പോവാം. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് സമ്മേഷൻ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ ഇൻറ്റു സൈ ഓഫ് എക്സ് ബൈ എൻ നോക്കി നോക്കാം. അത് കൺസിഡർ ചെയ്തു. ഇവിടെ നമ്മൾ എൻ അപ്ലൈ ചെയ്യുന്നത് വൈക്ക് മുമ്പുള്ള എൻ മാത്രമേ ഇവിടെ അപ്ലൈ ചെയ്യുന്നുള്ളൂ. അപ്പോൾ അതെടുത്ത് നോക്കാം. എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞാൽ വൈ നമ്മൾ ഡിഫൈൻ ചെയ്ത് വെച്ചത് ബോക്സ് എക്സ് ബൈ എ ആണ് അല്ലേ. അപ്പോൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈ ഈക്വൽ ടു ബോക്സ് എക്സ് ബൈ എ. നമുക്കറിയാം ബോക്സ് വാല്യൂ എപ്പോഴും ആ നമ്പറിനേക്കാൾ കുറവായിരിക്കും. ബോക്സ് എക്സ് ബൈ എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എ എന്ന് പറയാം. ഇൻ ഷോർട്ട് എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എ എന്ന് പറയാം അല്ലേ. എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എ എന്ന് നമ്മൾ മുമ്പ് എഴുതി വെച്ചൊരു റിസൾട്ട് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാട്ടോ. എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എയിൽ എ ഇങ്ങോട്ട് കൊണ്ടുപോകാം, എൻ ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, എ ലെസ് ദാൻ ഓർ ഈക്വൽ ടു എക്സ് ബൈ എൻ ആവും. അത് തല തിരിച്ച് വായിച്ചാലോ, എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ. ഓക്കെ, ഇനി നമ്മൾ 3 എന്നൊരു പ്രോപ്പർട്ടി ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു. എന്തായിരുന്നു അത്? വെൻ എവർ എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ, എക്സിൻ്റെ വാല്യൂ എനേക്കാൾ കൂടുതലാവുകയാണെങ്കിൽ ഈ ഒരു ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യും. ഇപ്പോൾ നോക്കിയപ്പോൾ നമുക്ക് കിട്ടിയത് എന്താ, എക്സ് ബൈ എൻ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു എ എന്ന് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഇനീക്വാലിറ്റി ഹോൾഡ് ചെയ്യുമല്ലോ. ഇനീക്വാലിറ്റി എന്തായിരുന്നു? സൈ ഓഫ് എക്സ് മൈനസ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ എക്സ്. അതായത് ഇവിടെ 3 എക്സ് വരുന്നുണ്ട്, അവിടെയൊക്കെ എക്സ് മാറ്റിയിട്ട് നമുക്ക് എക്സ് ബൈ എൻ കൊടുക്കാം. സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു എക്സ് ബൈ എൻ. ഓക്കെ, ഏത് കേസിലാണ്? എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആട്ടോ നമ്മളെടുത്ത സ്റ്റാർട്ടിംഗ് പോയിൻറ്റ്. അപ്പോൾ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു വൈ ആകുമ്പോഴൊക്കെ മോഡ് സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു എക്സ് ബൈ എൻ എന്ന് കൊടുക്കാം. നമ്മുടെ ആ സമ്മേഷൻ ഇതല്ലേ സമ്മേഷൻ, അതിനകത്ത് ഇത് അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതവിടെ ഇരിക്കട്ടെ, 4 എന്ന് കൊടുത്ത് ഞാൻ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഈ സമ്മേഷൻ ഒന്നും കൂടെ ഒന്ന് മാറ്റി എഴുതാം. നമ്മുടെ ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ സൈ ഓഫ് എക്സ് ബൈ എൻ, നമുക്ക് ഇത് അപ്ലൈ ചെയ്യണം. മോഡ് സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ അപ്ലൈ ചെയ്യണം. അതിൽ ഇപ്പോൾ വെറും സൈ ഓഫ് എക്സ് ബൈ എന്നേ ഉള്ളൂ. അതിൽ മൈനസ് എക്സ് ബൈ എനും കൂടെ വരുത്തണമെന്നുണ്ടെങ്കിൽ എന്താ വഴി? ഒരു മൈനസ് എക്സ് ബൈ എനും കൊടുക്കുക, പ്ലസ് എക്സ് ബൈ എനും കൊടുക്കുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, മ്യൂ ഓഫ് എൻ അവിടെ നിർത്തിയിട്ട് ഒരു എക്സ് ബൈ എൻ അഡീഷണൽ ആയിട്ട് കൊടുത്തു, മൈനസ് എക്സ് ബൈ എനും കൊടുത്തു. അതായത് സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ വരുത്തി. അത് ന്യൂട്രലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു പ്ലസ് എക്സ് ബൈ എനും കൂടെ കൊടുത്തിട്ടുണ്ട്. ബ്രാക്കറ്റൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി ബ്രാക്കറ്റ് പൊളിക്കാം. മ്യൂ ഓഫ് എൻ ഇൻറ്റു എക്സ് ബൈ എന്നും മ്യൂ ഓഫ് എൻ ഇൻറ്റു സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ. എന്നിട്ട് ഞാൻ സമ്മേഷൻ രണ്ട് പാർട്ടാക്കിയിട്ടുണ്ട്. മ്യൂ ഓഫ് എൻ ഇൻറ്റു എക്സ് ബൈ എൻ പ്ലസ് മ്യൂ ഓഫ് എൻ ഇൻറ്റു സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ. ശരി, ഇനി നമുക്ക് മോഡ്ലെസ് അല്ലേ നമ്മളുടെ ഈ ഡബിൾ സ്റ്റാർ എന്ന ഇക്വേഷനിലുള്ളത്. അപ്പോൾ ഞാൻ മോഡ്ലെസ് അപ്ലൈ ചെയ്യാൻ പോകുന്നു. അതുപോലെ നമുക്ക് ട്രയാങ്കിൾ ഇക്വാലിറ്റി അപ്ലൈ ചെയ്തിട്ട് ലെസ് ദാൻ ഓർ ഈക്വൽ ടു ആക്കി മാറ്റാം. ഇവിടെ മോഡ്ലെസ് അപ്ലൈ ചെയ്യാം. അപ്പോൾ ഇതിന് രണ്ടിനും സെപ്പറേറ്റ് മോഡ്ലെസ് കൊടുക്കാം. ഓക്കെ, ഇനി കൊടുത്തിട്ട് പറയാം. സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ ഇൻറ്റു സൈ ഓഫ് എക്സ് ബൈ എൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ഫസ്റ്റത്തെ ഇതായിരുന്നു ടേം. ഓക്കെ, ഫസ്റ്റത്തെ ടേം പറഞ്ഞു കഴിഞ്ഞാൽ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ ബൈ എൻ എക്സ് അല്ലേ, ഈ ടേം പ്ലസ് അടുത്തത് അതേ നമ്മൾ പുറത്ത് മോഡ്ലെസ് എഴുതുന്നതിന് പകരം അകത്ത് മോഡ്ലെസ് എഴുതിയാൽ പിന്നെയും വാല്യൂ കുറയാനാണ് ചാൻസ്. ട്രയാങ്കിൾ ഇനീക്വാലിറ്റിൻ്റെ കുറച്ചും കൂടെ എക്സ്പാൻഡഡ് ഫോം. ഓക്കെ, അപ്പോൾ ഞാൻ മോഡ്ലെസ് ഓഫ് സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ എന്നോട് എഴുതാൻ വിട്ടതാട്ടോ. ഓക്കെ, മ്യൂ ഓഫ് എൻ ഇൻറ്റു സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ ആണ് മൊത്തം ടേം. അപ്പം അത് പുറത്ത് മോഡ്ലെസ് എഴുതുന്നതിന് പകരം നമ്മൾ മോഡ്ലെസിനകത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ട്രയാങ്കിൾ ഇനീക്വാലിറ്റി വെച്ചിട്ട് പിന്നെ വാല്യൂ കുറയുക ചെയ്യാം. എന്തായാലും നിങ്ങൾ മോഡ്ലെസ് പുറത്ത് എഴുതിയിട്ട് പിന്നെ അകത്തേക്ക് എഴുതിയാലും കുഴപ്പമില്ല. ഡയറക്റ്റായിട്ട് മോഡ്ലെസ് അകത്ത് എഴുതിയാലും തെറ്റൊന്നുമില്ല. നമ്മൾ ലെസ് ദാൻ ഓർ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഒരു എക്സ് ഉണ്ടല്ലോ, ഇവിടെ വേരിയബിൾ എന്താ? എൻ അല്ലേ വേരി ചെയ്യുന്നത്. അപ്പോൾ എക്സിൻ്റെ റോളൊന്നുമില്ല. എക്സ് നമുക്ക് സമ്മേഷൻ്റെ പുറത്തേക്ക് എടുക്കാം. ഇനി എക്സിൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ എ ആയിട്ടാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. ഇവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എക്സ് എയും പോസിറ്റീവാണ്. അപ്പോൾ എക്സ് എന്തായാലും പോസിറ്റീവാണ്. മോഡ്ലെസിന് പുറത്തേക്ക് എടുത്തിട്ട് എക്സ് പുറത്തേക്ക് എടുത്ത് എഴുതി വയ്ക്കാം. പിന്നെ മോഡ്ലെസ് ഏതെങ്കിലും മോഡ്ലെസിനകത്ത് എന്താ ഉണ്ടാവുക? സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ ബൈ എൻ അവിടെ ഇരിക്കട്ടെ. അടുത്തത് മ്യൂ ഓഫ് എൻ ഇൻറ്റു സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ. നമുക്കറിയാം ഓബിയസ് വാല്യൂസ് -1, 1, 0 ഉള്ളൂ. അപ്പോൾ മോഡ്ലെസ് ഓഫ് മ്യൂ ഓഫ് എൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലെസ് ദാൻ ഈക്വൽ ടു 1 ആണ്. നമുക്ക് അതിന് പകരം മ്യൂ ഓഫ് എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതേ നമുക്ക് ആവശ്യമുള്ള സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എന്നിൻ്റെ മോഡ്ലെസ് അത് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്? സൈ ഓഫ് എക്സ് ബൈ എൻ മൈനസ് എക്സ് ബൈ എൻ ലെസ് ദാൻ എപ്സിലോൺ ഇൻറ്റു എക്സ് ബൈ എൻ എന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ ടേമിന് പകരം എപ്സിലോൺ ഇൻറ്റു എക്സ് ബൈ എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂ ഓഫ് എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഞാൻ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആക്കി മാറ്റിയിട്ടുണ്ട്, കാരണം ഇവിടെ സ്ട്രിക്ട്ലി ലെസ് ദാൻ ആണ്. ഓക്കെ, ഇനി നമുക്ക് കിട്ടിയ ഒന്ന് റീഅറേഞ്ച് ചെയ്യാൻ മുമ്പ് ഈ ടേം ഉണ്ടല്ലോ, ഇതിൻ്റെ പ്രൂഫ് ഒന്നും നിങ്ങൾക്ക് ആവശ്യമില്ല, നമ്മുടെ സിലബസിൽ ഇല്ല തോന്നുന്നു. സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് എൻ ബൈ എൻ ലെസ് ദാൻ 1 ആണ് എപ്പോഴും അതിൻ്റെ വാല്യൂ.
ഓക്കെ, മോഡുലസിൻ്റെ. അപ്പോൾ നിങ്ങളതിന് പ്രൂവ് ചെയ്യാൻ നിൽക്കേണ്ട, അതിൻ്റെ വാല്യൂ എപ്പോഴും ലെസ് ദാൻ 1 ആണ്, സ്ട്രിക്ട്ലി ലെസ് ദാൻ 1 ആണ്. അപ്പോൾ എക്സ് ഇൻറ്റു ഇതിന് പകരം എനിക്ക് എന്ത് കൊടുക്കാം, 1 എന്ന് കൊടുക്കാം, സ്ട്രിക്ട്ലി ലെസ് ദാൻ തന്നെ കൊടുക്കാം, ലെസ് ദാൻ ഓർ ഈക്വൽ ടു വേണ്ട. പിന്നെ ഇവിടെയോ, ഇവിടെ വേരിയബിൾ n അല്ലേ, അപ്പോൾ നമുക്ക് എപ്സിലോണും പുറത്തെടുക്കാം, എക്സും പുറത്തേക്ക് എടുക്കാം. എപ്സിലോൺ ഇൻറ്റു എക്സ് സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ 1/n. ഇവിടെ ഞാൻ 4 എന്ന പ്രോപ്പർട്ടി ആട്ടോ, അല്ലെങ്കിൽ 4 എന്ന ഇനീക്വാലിറ്റിയാണ് അപ്ലൈ ചെയ്തത് ഒക്കെ പറഞ്ഞു. ഓക്കെ, ഇനി എപ്സിലോണും എക്സൊക്കെ പുറത്തേക്ക് എടുത്തു. പിന്നെ അതെ, ഇതൊക്കെ ഓർത്ത് വയ്ക്കുകയാണെങ്കിൽ നല്ലത്. ഇപ്പോൾ ഈ 1/n ഉണ്ടല്ലോ, ഇതൊക്കെ റീമാൻ ഇൻ്റഗ്രലൊക്കെ വെച്ചിട്ട് പറയണം. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഈ സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ 1/n, 1/xൻ്റെ ഇൻ്റഗ്രൽ എന്താ, log x ആണ്. അപ്പോൾ ആ രീതിയിൽ ആലോചിച്ചാൽ മതി. അപ്പോൾ ഇൻ്റഗ്രലും ഈ സമ്മേഷൻ നമ്മളുടെ മെയിൻ വ്യത്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ റീമാൻ സമ്മൊക്കെ പഠിച്ചിട്ടുണ്ടാവും, കാര്യമായിട്ട് അങ്ങോട്ടൊന്നും ആലോചിക്കേണ്ട. ഇതിങ്ങനെ ഒരു ഐഡൻറ്റിറ്റി ഉണ്ട്. നമ്മളൊരു പർട്ടിക്കുലർ n വരെ 1/nകൾ ഹാർമോണിക് സം എന്നൊക്കെ പറയാം, നമുക്ക് ഹാർമോണിക് സീരീസ് എന്നൊക്കെ പറയാം. അപ്പോൾ അത് ആഡ് ചെയ്യാന്നുണ്ടെങ്കിൽ അതിൻ്റെ വാല്യൂ എപ്പോഴും log n-ൻ്റെ ഏത് നമ്പർ വരെയാണോ നിങ്ങൾ ആഡ് ചെയ്യുന്നത് അതിനേക്കാൾ കൂടുതലുമായിരിക്കും, എന്നാൽ 1 + log n-നേക്കാൾ കുറവായിരിക്കും. ഇതിൻ്റെ ഈ രണ്ടിൻ്റെ ഇടയിലായിരിക്കും നിങ്ങളുടെ ആ ഹാർമോണിക് സം അല്ലെങ്കിൽ ഹാർമോണിക് സീരീസ് വാല്യൂ. അപ്പോൾ എനിക്ക് എന്ത് ചെയ്യാം, ഇതിന് പകരം സമ്മേഷൻ ലെസ് ദാൻ ഈക്വൽ ടു ബൈ 1/n പകരം അതിനേക്കാൾ വലിയൊരു നമ്പറായിട്ട് 1 + log y എന്ന് കൊടുക്കാം. നമ്മൾ y വരെയല്ലേ നമ്മൾ സം ചെയ്യുന്നത്, അപ്പോൾ ഈ ടേമിന് പകരം എനിക്ക് 1 + log y എന്ന് കൊടുക്കാം. x ഇൻറ്റു 1x പ്ലസ് എപ്സിലോൺ x ഇൻറ്റു 1 + log y. y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എടുത്തിരിക്കുന്നത് n y വരെ, പിന്നെ y ലെസ് ദാൻ, അപ്പോൾ y x-നേക്കാൾ ചെറുതാണെന്ന് നമുക്കറിയാം. അപ്പോൾ വൈക്ക് പകരം എനിക്ക് എക്സ് എന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പർ ബൗണ്ടായിട്ടാണ് നമ്മൾ പറയുന്നത്, എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ഇൻറ്റു 1 + log x. ഇനി ഒന്ന് ബ്രാക്കറ്റ് പൊളിക്കാം, എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ഇൻറ്റു log x. ഏത് മോഡ് സമ്മേഷൻ ലെസ് ദാൻ ഓർ ഈക്വൽ ടു ബൈ മ്യൂ ഓഫ് n സൈ ഓഫ് x ബൈ n. ഈ പ്രൂഫ് കോംപ്ലിക്കേറ്റഡ് ആണെന്ന് എനിക്കറിയാം, പക്ഷേ പഠിക്കാതെ നിവൃത്തിയില്ല. നിങ്ങൾ പഠിക്കുക. ഈ മോഡുലസിന്, അതായത് 2 മോഡുലസ് ഉണ്ടല്ലോ, അതിൽ ഒരെണ്ണത്തിൻ്റെ ലെസ് ദാൻ ഈക്വൽ ടു അല്ലെങ്കിൽ ലെസ് ദാൻ എന്നുള്ള ഫോമാറ്റിൽ ഇത് കിട്ടിയിട്ടുണ്ട്. അതായിരുന്നു നമ്മുടെ അടുത്ത സ്റ്റെപ്പ്. ഇത് ഞാൻ 5 എന്ന നമ്പർ കൊടുത്തിട്ടുണ്ട്. അടുത്ത സമ്മ് കൺസിഡർ ചെയ്യാം. അതായത് ഇതുവരെ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു y ആയിരുന്നു. ഇനി y മുതൽ അങ്ങോട്ട് x വരെ സമ്മേഷൻ y ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മ്യൂ ഓഫ് n ഇൻറ്റു സൈ ഓഫ് x ബൈ n കൺസിഡർ ചെയ്യുന്നു. ഓക്കെ, ഇതിലത്തെ ഡബിൾ സ്റ്റാറിലെ രണ്ടാമത്തെ സമ്മ. ശരി, നമ്മൾ നേരത്തെ തുടങ്ങിയ പോലെ തന്നെ y ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x പറഞ്ഞു കഴിഞ്ഞാൽ n-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ y ആണ്. n-ൻ്റെ വാല്യൂ ഗ്രേറ്റർ ദാൻ y ആണെങ്കിൽ y-നേക്കാൾ വലിയൊരു നാച്ചുറൽ നമ്പറാണ് n എന്നല്ല ഇതിൻ്റെ മീനിങ്. ഓക്കെ, അപ്പം y എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബോക്സ് x ബൈ ഒരു ഇൻറ്റിജറാണ്. അപ്പോൾ y-നേക്കാൾ വലിയൊരു n എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y + 1. പറഞ്ഞൂടെ അല്ലേ? y-നേക്കാൾ നിങ്ങൾ 10-നേക്കാൾ വലിയൊരു നമ്പർ, നാച്ചുറൽ നമ്പർ പറയാന്ന് പറഞ്ഞാൽ 11 മുതൽ സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ n മസ്റ്റ് ബി ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു y + 1. ഓക്കെ, അപ്പോൾ രണ്ടോട് നമ്മൾ റെസിപ്രോക്കൽ എടുക്കുകയാണെങ്കിൽ 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/y + 1 എന്ന് പറയാം. ഇനി കഴിഞ്ഞില്ല, ഇതൊന്നും നിങ്ങൾ ഇതൊക്കെ വലിച്ചു വാരി എഴുതണമെന്നില്ല. ഇത് മുതൽ ഇത് മാത്രം എഴുതിയിട്ട് ഇങ്ങനെ എഴുതി തീർത്താലും മതി. ഓക്കെ, കാരണം അത്രയും ലെങ്തിയാണ് പ്രൂഫ്, അറിയാം. അപ്പോൾ ബോക്സ് x ബൈ ആണ് y. അപ്പോൾ അതിൻ്റെ മീനിങ് y-ൻ്റെ വാല്യൂ ബോക്സ് x ബൈ അല്ലേ, ഒന്നുകിൽ x ബൈ തന്നെ ആയിരിക്കാം, അല്ലെങ്കിൽ x ബൈ ൻ്റെ വാല്യൂ. ഇപ്പോൾ നിങ്ങൾ ബോക്സ് x ബൈ ഒരു 10.2ൻ്റെ ബോക്സ് വാല്യൂ എന്താ, 10 ആണ്. അപ്പോൾ ഈ x ബൈ ൻ്റെ വാല്യൂ 10-ൻ്റെ 11-ൻ്റെ ഇടയ്ക്കായിരിക്കും. ബോക്സ് x ബൈ y ആണെങ്കിൽ x ബൈ ൻ്റെ വാല്യൂ y-ക്കും y + 1-നും ഇടയ്ക്കായിരിക്കും, ബോക്സ് ഫംഗ്ഷൻ്റെ ഡെഫിനിഷൻ പ്രകാരം. അപ്പോൾ x ബൈ ലെസ് ദാൻ y + 1 ആണല്ലോ, y + 1 ഇങ്ങോട്ട് കൊണ്ടുവരിക, a ഇങ്ങോട്ട് കൊണ്ടുപോകാം. അപ്പോൾ എന്താവും, x ബൈ y + 1 ലെസ് ദാൻ a എന്ന് പറയാം. നമുക്കിവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് x ബൈ y + 1 ലെസ് ദാൻ a എന്ന് പറയാം. അതായത് 1/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു 1/y + 1 എന്ന് കിട്ടി. അത് പറഞ്ഞില്ല അല്ലേ, ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, ഇവിടെ x കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ x/n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x ബൈ y + 1 എന്ന് കിട്ടും. ഇവിടെ നമുക്ക് x ബൈ y + 1 ലെസ് ദാൻ a എന്ന് കിട്ടി. അപ്പോൾ ഇവിടെ ലെസ് ദാൻ a എന്ന് എഴുതി കൊടുത്തു. നമുക്ക് ഡയറക്റ്റായിട്ട് x/n ലെസ് ദാൻ a എന്ന് എഴുതാൻ വേണ്ടിയിട്ടാണ്. x/n ലെസ് ദാൻ a ആണെങ്കിൽ സൈ ഓഫ് x/n ലെസ് ദാൻ സൈ ഓഫ് a. സൈ എന്ന് പറഞ്ഞൊരു ഇൻക്രീസിങ് ഫംഗ്ഷനാണ്, കുറേ ടേംസ് ഇങ്ങനെ സം ചെയ്യുന്നതല്ലേ. അപ്പോൾ സൈ ഓഫ് x/n ലെസ് ദാൻ സൈ ഓഫ് a എന്നും പറയാം. ഓക്കെ, ഇത് നമ്മൾ ആ സമ്മേഷനിൽ അപ്ലൈ ചെയ്യാൻ പോകും. നേരത്തെ ചെയ്ത പോലെ തന്നെ ഈ സമ്മേഷനിൽ നമുക്ക് സൈ ഓഫ് x/n പകരം സൈ ഓഫ് a അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മറ്റേതിനേക്കാളും കുറച്ചുകൂടെ എളുപ്പമാണ്. അപ്പോൾ സമ്മേഷൻ y ലെസ് ദാൻ n ലെസ് ദാൻ ഓർ ഈക്വൽ ടു x മ്യൂ ഓഫ് n ഇൻറ്റു സൈ ഓഫ് x/n. നമ്മുടെ അത് എന്ത് ചെയ്യാം, സൈ ഓഫ് x/n പകരം സൈ ഓഫ് a സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സ്ട്രിക്ട്ലി ലെസ് ദാൻ ഇട്ടിട്ടുണ്ട് ഞാൻ.
അപ്പോൾ എന്ത് വരും? സമ്മേഷൻ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ് മ്യൂ ഓഫ് എൻ അതുപോലെ എഴുതി സൈ ഓഫ് എക്സ് ബൈ എന്നിന് പകരം സൈ ഓഫ് എൻ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇവിടെ എൻ അല്ലേ വേരി ചെയ്യുന്നത്, അപ്പോൾ ഇയാൾക്കൂടെ റോളില്ലല്ലോ, സൈ ഓഫ് എ പുറത്തേക്ക് എടുക്കാം. ഓക്കെ, പിന്നെ വൈ ലെസ് ദാൻ എൻ ലെസ് ദാൻ ഈക്വൽ ടു എക്സ്. ഇവിടെ മ്യൂ ഓഫ് എന്നിൻ്റെ വാല്യൂ എപ്പോഴും 1 കുറവല്ലേ, മാക്സിമം പോയ 1 അല്ലെങ്കിൽ -1 അല്ലെങ്കിൽ 0. അപ്പോൾ ഞാൻ മ്യൂ ഓഫ് എന്നിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, ഇനി ഇവിടെ അതെ, അതുകൊണ്ട് ലെസ് ദാൻ ഈക്വൽ ടു കൊടുത്തിട്ടുണ്ട്, സൈ ഓഫ് എ പുറത്തേക്ക് എടുത്തു, മ്യൂ ഓഫ് എന്നിന് പകരം ഞാൻ 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഓക്കെ, പിന്നെ ചെയ്യുന്നത് ഈ സമ്മേഷൻ കണ്ടില്ലേ, y മുതൽ എക്സ് വരെ ഉള്ള നാച്ചുറൽ നമ്പേഴ്സിനൊക്കെ നിങ്ങൾ 1 കൗണ്ട് ചെയ്യും. മാക്സിമം വരുന്ന വാല്യൂ ബോക്സ് എക്സ് ആയിരിക്കും. അവർ അപ്പർ ബൗണ്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണോ. അപ്പോൾ ഇതിന് നിങ്ങൾ ഈ 1 ഇങ്ങനെ എണ്ണിക്കൊണ്ടേയിരിക്കും ഓരോ നാച്ചുറൽ നമ്പറിനും. മാക്സിമം വരിക എക്സ് അല്ലേ, ബോക്സ് എക്സ് ആണ് മാക്സിമം വരിക, മാക്സിമം പോസിബിലിറ്റി. അപ്പോൾ ഞാൻ ഇതിൻ്റെ ഒരു അപ്പർ ബൗണ്ടായിട്ട് ഇതിൻ്റെ വാല്യൂ എപ്പോഴും എക്സിനേക്കാൾ കുറവായിരിക്കും. ഓക്കെ, അപ്പോൾ ഞാൻ ഈ വാല്യൂവിന് പകരം ഞാൻ എക്സും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും, ലെസ് ദാൻ എക്സ് ഇൻറ്റു സൈ ഓഫ് എ. ഓക്കെ, എക്സും പോസിറ്റീവാണ്, സൈ ഓഫ് എയും പോസിറ്റീവ് ആയതുകൊണ്ട് രണ്ടിടത്ത് ഞാൻ മോഡുലസ് എടുക്കും, മോഡുലസ് ലെസ് ദാൻ എക്സ് ഇൻറ്റു സൈ ഓഫ് എ. ഓക്കെ, ഇതാണ് 6. അതായത് 2 മോഡുലസ് വെച്ചിട്ടുള്ള സമ്മേഷനും പകരം നമ്മൾ ഓരോ അപ്പർ ബൗണ്ടുകൾ വീതം കണ്ടുപിടിച്ചു. അതായത് ഈ സമ്മേഷൻ ആദ്യം എടുത്തു, ലെസ് ദാൻ സംതിങ് ഇത്രയും പോകുന്നൊരു സംഭവം, അടുത്തത് ഈ സം എടുത്തു, എന്നിട്ട് ലെസ് ദാൻ എക്സ് ഇൻറ്റു സൈ ഓഫ് എ 2 കിട്ടിയിട്ടുണ്ട്. ഇനി അതിൽ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് 5ഉം 6ഉം ഡബിൾ സ്റ്റാർ ഇക്വേഷൻ ഡബിൾ സ്റ്റാറിൽ നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരിക? -h ഓഫ് എക്സ് ഒന്നും ഇല്ല കേട്ടോ, ഒരു മോഡുലസ് ഓഫ് h ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 5ൽ നിന്ന് കിട്ടിയതാണിത്, എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ലോഗ് എക്സ്. 6ൽ നിന്ന് കിട്ടിയതാണ് എക്സ് ഇൻറ്റു സൈ ഓഫ് എ. ഓക്കെ, അപ്പോൾ ഇനിയിപ്പോൾ സിമിലർ ടേമുകൾ നോക്കിക്കഴിഞ്ഞാൽ അതെ എക്സ് പുറത്തേക്ക് എടുക്കാം, എന്താവും? ഇവിടെ 1x എപ്സിലോൺ എക്സ് 1 പ്ലസ് എപ്സിലോൺ എക്സ് ആവും. പിന്നെ എപ്സിലോൺ എക്സിൻ്റെ ലോഗ് എക്സ് ഉണ്ട്, എക്സിൻ്റെ സൈ ഓഫ് ഉണ്ട്, തൽക്കാലം അവിടെ നിൽക്കട്ടെ. ഇനി നമ്മൾ എപ്സിലോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ചെറിയ വാല്യൂ അല്ലേ, എപ്സിലോൺ എത്ര ചെറുതാക്കും, നമ്മൾ എപ്സിലോൺ ചെറുതാക്കാനാണ് നമ്മുടെ ആവശ്യം. അപ്പോൾ എന്തായാലും എപ്സിലോൺ ലെസ് ദാൻ 1 ആണെന്നുണ്ടെങ്കിൽ ഞാൻ എപ്സിലോണിന് പകരം 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആ വാല്യൂ കൂടുതലേ ചെയ്യുള്ളൂ. എപ്സിലോണിൻ്റെ വാല്യൂ 1 കുറവാണെങ്കിൽ ഞാൻ എപ്സിലോൺ മാറ്റി ഞാനിവിടെ 1 എഴുതി കഴിഞ്ഞാൽ ലെസ് ദാൻ ആവില്ലേ. അപ്പോൾ 1 + 1 എക്സ് പ്ലസ് ഈ എക്സിൻ്റെ സൈ ഓഫ് അപ്പുറത്ത് എഴുതി, മറ്റേത് അപ്പുറത്തും എഴുതി, വേറൊന്നും ചെയ്തില്ല. എക്സിൻ്റെ സൈ ഓഫ് എ പ്ലസ് എപ്സിലോൺ എക്സ് ലോഗ് എക്സ്. 1 + 1 എക്സ് പറഞ്ഞാൽ 2x പ്ലസ് എക്സിൻ്റെ സൈ ഓഫ് എ പ്ലസ് എപ്സിലോൺ എക്സ് ലോഗ് എക്സ്. ഇവിടെ ഒരു എക്സ് ഉണ്ട്, ഇവിടെ ഒരു എക്സ് ഉണ്ട്, അതൊന്നും എക്സ് പുറത്തേക്ക് എടുക്കാം. 2 + സൈ ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ലോഗ് എക്സ്. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താ കിട്ടിയത്? നമ്മുടെ എപ്സിലോൺ ഒരു ഗ്രേറ്റർ ദാൻ 0 അല്ലെങ്കിൽ പോസിറ്റീവായിട്ട് നമ്മൾ എപ്പോഴും എടുക്കാറുള്ളൂ. ഈ പോയിന്റിൽ എത്തിയപ്പോൾ നമ്മൾ എപ്സിലോൺ ലെസ് ദാൻ 1 ആയിട്ട് അസ്യൂം ചെയ്തു. ഓക്കെ, നമ്മളിപ്പോൾ പ്രൂവ് ചെയ്ത് വെച്ചത് നമ്മളങ്ങനെ h ഓഫ് എക്സ് അല്ലേ ലെസ് ദാൻ ഓർ ഈക്വൽ ടു. ഓക്കെ, നമ്മളങ്ങനെ ഒരു 0ൻ്റെയും 1ൻ്റെയും ഇടയ്ക്കുള്ള ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ മോഡ് h ഓഫ് എക്സ് വിൽ ബി സ്ട്രിക്ട്ലി ലെസ് ദാൻ, ഇവിടെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു സ്ട്രിക്ട്ലി ലെസ് ദാൻ, മോഡ് h ഓഫ് എക്സ് സ്ട്രിക്ട്ലി ലെസ് ദാൻ 2 + സൈ ഓഫ് എ ഇൻറ്റു എക്സ് പ്ലസ് എപ്സിലോൺ എക്സ് ലോഗ് എക്സ്. ഇതാണ് നമ്മൾ ചെയ്തു വെച്ചത്. അവിടെ എക്സ് എവിടെ നിന്ന് എടുത്തിട്ടുണ്ട്? എക്സ് ഗ്രേറ്റർ ദാൻ എ ആയിട്ട് നമ്മൾ ചൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, നമുക്ക് h ഓഫ് എക്സ് ബൈ എക്സ് ലോഗ് എക്സ് അല്ലേ, അതിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം? എക്സ് ലോഗ് എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ എന്താ വരിക? മോഡ് h ഓഫ് എക്സ് ബൈ എക്സ് ലോഗ് എക്സ് ലെസ് ദാൻ 2 + സൈ ഓഫ് എ ഇൻറ്റു എക്സ്. അപ്പോൾ എക്സ് ലോഗ് എക്സ് കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ ഈ എക്സ് ക്യാൻസൽ ആയി പോകും, ബൈ ലോഗ് എക്സ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഇവിടെ എക്സ് ലോഗ് എക്സ് തികച്ചുണ്ടാവും, മൊത്തം ക്യാൻസൽ ആയി പോയിട്ട് ഇവിടെ എപ്സിലോൺ മാത്രമാവും. അതായത് ഞാൻ എക്സ് ലോഗ് എക്സ് കൊണ്ട് ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു, അവിടെ അത് എക്സ് ഗ്രേറ്റർ ദാൻ എ ആണ് കേട്ടോ. ശരി, ഇനി അടുത്തൊരു ആർഗ്യുമെൻ്റ് ആണ്. ലാസ്റ്റ് കഴിഞ്ഞു, പ്രൂഫ് കഴിഞ്ഞു, ഒരുപാട് നേരമായി തുടങ്ങിയിട്ട് അറിയാം. നമുക്ക് ഒരു ബി ചൂസ് ചെയ്യാൻ പറ്റും, അത് വിശ്വസിക്കുക. അപ്പം നമുക്കൊരു ബി ചൂസ് ചെയ്യാൻ പറ്റും. നമ്മുടെ ഇപ്പോഴുള്ള എക്സ് വാല്യൂസൊക്കെ ഏനേക്കാൾ നമ്മുടെ ആവശ്യം ഞാൻ ആദ്യമേ പറഞ്ഞു, നമ്മൾ എപ്സിലോൺ എത്ര ചെറുതാക്കി കഴിഞ്ഞാലും ഒരു എക്സ് കണ്ടുപിടിക്കാൻ പറ്റണം. ആ എക്സിൻ്റെ വാല്യൂസ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ h ഓഫ് എക്സ് ബൈ എക്സ് ലോഗ് എക്സിൻ്റെ വാല്യൂ 0ലേക്ക് ടെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ എക്സ് എങ്ങനെ ചൂസ് ചെയ്യണം എന്നുള്ളതാണ് നമ്മൾ തീരുമാനിക്കേണ്ടത് ഒരു എപ്സിലോൺ എടുത്തു കഴിഞ്ഞാൽ. അപ്പം എക്സ് ഗ്രേറ്റർ ദാൻ എ ആണ് ഈ സ്റ്റെപ്പ് വരെ. നമ്മൾ എക്സ് ഗ്രേറ്റർ ദാൻ എ എന്ന് പറഞ്ഞാൽ ആർക്കിമിഡിയൻ പ്രോപ്പർട്ടി ഒക്കെ വെച്ചിട്ട് നമുക്ക് അതിന് ഇടയിൽ ഒരു ബി കണ്ടുപിടിക്കാൻ പറ്റും. ഒരു അഡീഷണൽ ആയിട്ടൊരു കാര്യം കൂടെ പറയുന്നുണ്ട്, അതിൻ്റെ ഇടയിൽ ഒരുപാട് ബികളുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നമ്മൾ 2 + സൈ ഓഫ് എ, ഒരു എ ഫിക്സഡ് ആണ് കേട്ടോ. അപ്പോൾ എ എന്ന് പറഞ്ഞ നമ്പർ അവിടെ ഉണ്ട്. 2 + സൈ ഓഫ് എ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്പർ ഉണ്ടായിരിക്കും
അല്ലേ? 2 + i(a) എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പർട്ടിക്കുലർ നമ്പർ ആയിരിക്കും. i(a) ഒക്കെ അപ്ലൈ ചെയ്തിട്ട് എന്നിട്ട് നമുക്ക് എക്സ് എത്ര വേണമെങ്കിലും വലുതാക്കാം. എക്സ് എത്ര വേണമെങ്കിലും വലുതാക്കാം ബൈ ലോഗ് എക്സ്. 2 + i(a) ബൈ ലോഗ് എക്സ് ചെയ്യുമ്പോൾ ലോഗ് എക്സിൻ്റെ വാല്യൂ എക്സ് വലുതാക്കുന്നതോടെ ലോഗ് എക്സിൻ്റെ വാല്യൂ വലുതാവുമല്ലോ. അപ്പോൾ എക്സ് എത്ര വേണമെങ്കിലും നിങ്ങൾ വലുതാക്കിക്കോ. 2 + i(a) ലോഗ് എക്സ് ബൈ ലോഗ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവുന്നവരെ നിങ്ങൾക്ക് വലുതാക്കാം. ഓക്കെ, ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ ബിക്ക് മുകളിൽ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ പോസിബിൾ ആവുക. അപ്പോൾ ഇങ്ങനെ ഒരു സെൻറ്റൻസ് എഴുതി കൊടുത്താൽ മതി. ചിലർക്ക് ഇത് കത്തിയിട്ടുണ്ടാവുള്ളൂ. ഒരു ബി ചൂസ് ചെയ്യണം സച്ച് ദാറ്റ് അതിന് മുകളിലേക്കുള്ള എല്ലാ എക്സിനും 2 + i(a) ബൈ ലോഗ് എക്സിൻ്റെ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആവണം. എപ്സിലോൺ ഒരു ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് 0 - 1 ഇടയ്ക്ക്. അപ്പോൾ അതിനേക്കാൾ താഴെ വാല്യൂ വരുന്ന രീതിയിൽ നിങ്ങൾക്ക് എക്സ് ഇൻക്രീസ് ചെയ്യാം. ഏതെങ്കിലും ഒരു ബിക്ക് മുകളിലാണെന്ന് നിങ്ങൾക്ക് കണ്ടുപിടിക്കാം. അങ്ങനെ ഒരു ബി എക്സിസ്റ്റ് ചെയ്യും. ഓക്കെ, അപ്പോൾ അങ്ങനെ ഒരു ബി നിങ്ങൾക്ക് കിട്ടിയെന്ന് എഴുതുക. അപ്പോൾ ആ ബിക്ക് മുകളിലുള്ള എല്ലാ എക്സിനും 2 + i(a) ബൈ ലോഗ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവും. ഓക്കെ, അത് ക്ലിയർ ആണല്ലോ? പ്രൂഫ് കംപ്ലീറ്റ് ആവുന്നു. അപ്പോൾ നമുക്ക് ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ബി 2 + i(a) ബൈ ലോഗ് എക്സ് ലെസ് ദാൻ എപ്സിലോൺ ആവും. അപ്പോൾ ആ പർട്ടിക്കുലർ ബിക്ക് മുകളിലുള്ള എല്ലാ എക്സിനും നമ്മൾ ഈ വാല്യൂ ലെസ് ദാൻ എപ്സിലോൺ ആവുന്നതുകൊണ്ട് നമുക്ക് ഇത് വെച്ചിട്ട് ഫ്രം $* എന്ന നമ്പറൊക്കെ കൊടുത്തിട്ടുണ്ട്. ഇതിന് പകരം നമുക്ക് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? എപ്സിലോൺ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഫോർ എക്സ് ഗ്രേറ്റർ ദാൻ ബി നമുക്ക് എന്ത് പറയാം? mod h(x) ബൈ x log x ലെസ് ദാൻ എപ്സിലോൺ പ്ലസ് എപ്സിലോൺ 2 എപ്സിലോൺ എന്ന് പറയാം. ഓക്കെ, അതിൻ്റെ മീനിങ് എന്താ? നമ്മളൊരു എപ്സിലോണിൽ സ്റ്റാർട്ട് ചെയ്തു. ഒരു ബി എന്ന നമ്പറിന് മുകളിലുള്ള എല്ലാ എക്സിനും mod h(x) ബൈ x log xൻ്റെ വാല്യൂ ലെസ് ദാൻ 2 എപ്സിലോൺ ആയിരിക്കും. നിങ്ങൾ വേറൊരു എപ്സിലോൺ വേറെയും അതിനേക്കാൾ ചെറിയൊരു എപ്സിലോൺ എടുത്തു. അപ്പോഴും നിങ്ങൾ ചെയ്ത് വന്നിട്ട് ഒരു ആർബിട്രറി എപ്സിലോൺ അല്ലേ ഇത്. എപ്സിലോൺ എത്ര ചെറുതായി കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ബി കണ്ടുപിടിക്കാൻ പറ്റും. അതിന് മുകളിലുള്ള ഒരു എക്സ് എടുത്തു കഴിഞ്ഞാൽ mod h(x) ബൈ x log xൻ്റെ വാല്യൂ ആ എപ്സിലോണിനേക്കാൾ താഴെയാവും, അല്ലെങ്കിൽ 2 എപ്സിലോണിനേക്കാൾ. അതായത് എത്ര എപ്സിലോൺ ചെറുതാക്കിയാലും mod h(x) ബൈ x log xൻ്റെ വാല്യൂ 0ലേക്ക് അല്ലെങ്കിൽ ആ എപ്സിലോണിനേക്കാൾ ചെറുതാവാൻ ചാൻസ് ഉണ്ട്. വിച്ച് ഷോസ് ദാറ്റ് ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി h(x) ബൈ x log x. ഇവിടെ മോഡ് നിങ്ങൾ മൈൻഡ് ചെയ്യണ്ട, മോഡിനേക്കാൾ ചെറുതാവല്ലേ ചെയ്യുള്ളൂ h(x) മോഡ് ഇല്ലാന്നുണ്ടെങ്കിൽ. ഇപ്പോൾ ലിമിറ്റ് എക്സ്റ്റെൻസ് ടു ഇൻഫിനിറ്റി h(x) ബൈ x log x = 0. തിയറം 4.13 പറഞ്ഞിരുന്നത് m(x) ബൈ x മൈനസ് h(x) ബൈ, ഞാൻ ആദ്യം തിയറത്തിൻ്റെ പ്രൂഫിൻ്റെ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞായിരുന്നു m(x) ബൈ x മൈനസ് h(x) ബൈ x log x ടെൻസ് ടു 0 എന്ന്. അപ്പോൾ ഇത് ടെൻസ് ടു 0 ആയതുകൊണ്ട് ഇതും ടെൻസ് ടു 0 ആയിരിക്കും. ഇതാണ് പ്രൂഫ്. ലെങ്തി ആണെന്ന് അറിയാം, ഒന്ന് എഴുതി നോക്ക്. ഇനി ഒന്ന് സ്റ്റെപ്പുകളൊന്ന് റിവൈസ് ചെയ്താൽ മതി. നമ്മൾ ആദ്യം -h(x) ഈ ഫോമാറ്റിൽ എഴുതി ψ(x) ബൈ n ഒക്കെ വെച്ചിട്ട്, എന്നിട്ട് ഇങ്ങനെ ഒരു എപ്സിലോണൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രൈം നമ്പർ തിയറത്തിൻ്റെ ψ(x) അസിംപ്റ്റോട്ടിക്കൽ ടു x എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമ്മൾ ഇങ്ങനെ എപ്സിലോണൊക്കെ വെച്ചിട്ട് ഇങ്ങനെ ഒരു ഇനീക്വാലിറ്റി എഴുതി. എന്നിട്ട് mod h(x)ൻ്റെ 2 സമ്മേഷനായിട്ട് സ്പ്ലിറ്റ് ചെയ്തു. ഒരു y ഒക്കെ ചൂസ് ചെയ്തിട്ട് ആ y ചൂസ് ചെയ്യണമൊക്കെ ഓർത്ത് വയ്ക്കുക, ബോക്സ് x ബൈ a ഒക്കെ ആയിട്ട്. എന്നിട്ട് 2 സമ്മേഷൻ ആക്കി. എന്നിട്ട് അതിലത്തെ ഓരോ സമ്മേഷനും നമ്മൾ എന്ത് ചെയ്തു? ഒരു അപ്പർ ബൗണ്ട് കണ്ടുപിടിച്ചു. 2 സമ്മേഷനും സെപ്പറേറ്റ് ചെയ്തു. എന്നിട്ട് അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് ഇങ്ങനൊരു ടേം mod h(x) ഇങ്ങനൊരു സിംപ്ലിഫൈഡ് ഫോമാറ്റിലേക്ക് കൊണ്ടുവന്നു ഫോർ എപ്സിലോൺ ലെസ് ദാൻ 1. എന്നിട്ട് നമ്മൾ ഇത് കുറച്ചും കൂടെ സിമ്പിളാക്കിയിട്ട് 2 + i(a) log x അപ്പോൾ എന്നിട്ട് ചെയ്ത് ഒരു ബി കണ്ടുപിടിച്ചു. അപ്പോൾ ആ ബിക്ക് മുകളിലുള്ള എക്സിനൊക്കെ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതി, ഇത് ലെസ് ദാൻ എപ്സിലോൺ ആവുന്ന രീതിയിൽ ലെസ് ദാൻ 2 എപ്സിലോൺ എന്നൊക്കെ പറഞ്ഞു വെച്ചു. എന്നിട്ട് കൺക്ലൂഡ് ചെയ്തു. ഒന്ന് എഴുതി നോക്കൂ, നല്ല തിയറാണ്. ഇനി അടുത്ത് പ്രൂവ് ചെയ്യാൻ പോകുന്നത് ഇതാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തു വെച്ചത് പ്രൈം നമ്പർ തിയറം ഇംപ്ലൈസ് ഈ ലിമിറ്റ് =0 വരുന്നു. ഇനി തിരിച്ച് ഈ ലിമിറ്റ് =0 ഇംപ്ലൈസ് പ്രൈം നമ്പർ തിയറം. അതായത് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, അല്ലെങ്കിൽ പ്രൈം നമ്പർ തിയറത്തിൻ്റെ ഒരു ഇക്വലൻറ്റ് ഫോമാണിത്. അപ്പോൾ ഇത് തിരിച്ചും പ്രൂവ് ചെയ്യണം. ഓക്കെ, പ്രൈം നമ്പർ തിയറം ഈസ് ഈക്വലൻ ടു ദി സ്റ്റേറ്റ്മെൻറ്റ് ഓൾസോ ദിസ്. അതിൻ്റെ മീനിങ് ഇഫ് ആൻഡ് ഓൺലി ഇഫ് അല്ലേ. നമ്മൾ കോൺവേഴ്സ് അടുത്ത് പ്രൂവ് ചെയ്യും.